ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണാം അകമ്പടി വാഹനം ഇപ്പോൾ ആദ്യം കാണുന്നു. പോലീസ് വാഹനം കാണുന്നു. പിന്നാലെയാണ് ആ കാറുള്ളത്. ആ കാറിലാണ് ബിൽജിത്തിന്റെ ഹൃദയമായി ഡോക്ടേഴ്സ് ഉള്ളത്. നമുക്ക് ആ വാഹനം ഇപ്പോൾ കാണാം. അത് ലിസി ആശുപത്രിയിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നു. അടുത്ത ഘട്ടത്തിൽ ഹൃദയവുമായി ഡോക്ടേഴ്സ് പുറത്തേക്ക് ഇറങ്ങും. ആ ദൃശ്യങ്ങളിൽ കാണാം. സൂര്യ തുടരുന്നുണ്ട്. സൂര്യ, ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ അവിടെ എത്തിയിരിക്കുന്നു നമ്മുടെ ആശുപത്രി അധികൃതരുടെയും ഒപ്പം ഡോക്ടേഴ്സിൻ്റെയും സംഘം. ഇനിയിപ്പോൾ അടുത്ത ഘട്ടം എന്ന് പറയുന്നത് ഈ ഹൃദയം ശസ്ത്രക്രിയാ റൂമിലേക്ക് എത്തിക്കുക എന്നുള്ളതല്ലേ വിവരങ്ങൾ? തീർച്ചയായും പ്രജന ഏറെ നേരത്തെ ആ കാത്തിരിപ്പിന് പരിസമാപ്തിയായിരിക്കുകയാണ്. ബിൽജിത്തിന്റെ ഹൃദയം വഹിച്ചുകൊണ്ടുള്ള വാഹനം ലിസി ആശുപത്രിയിൽ എത്തിച്ചേർന്നിരിക്കുകയാണ്. ഉടൻ തന്നെ ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് ഹൃദയം എത്തിക്കാനുള്ള നടപടികൾ ആരംഭിച്ചിരിക്കുകയാണ്. ഇതിനായി എല്ലാ ക്രമീകരണങ്ങളും ഇവിടെ പൂർത്തിയായിരുന്നു. ഇപ്പോൾ ഓപ്പറേഷൻ തിയേറ്ററിൽ ശസ്ത്രക്രിയയ്ക്ക് വേണ്ടി ആ ഹൃദയം എത്തിക്കുന്നതിനുള്ള ദൃശ്യമാണ് നമുക്കിവിടെ കാണുവാനായി കഴിയുന്നത്. ആശുപത്രിയിലെ എല്ലാവിധ മുന്നൊരുക്കങ്ങളും ഇതിനായി നടത്തിയിരുന്നു. ഇപ്പോൾ ലിഫ്റ്റ് വഴി ഹൃദയം ഈ ഐസ് നിറച്ച പെട്ടിയിലാക്കി ആ നീലപ്പെട്ടിയിലുള്ള ബിൽജിത്തിന്റെ ആ ഹൃദയവും വഹിച്ചുകൊണ്ട് ഇപ്പോൾ ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് മെഡിക്കൽ സംഘം കടന്നിരിക്കുകയാണ്. ഉടൻ തന്നെ ഏതാനും നിമിഷങ്ങൾക്കകം തന്നെ ശസ്ത്രക്രിയ ആരംഭിക്കും. ഹൃദയം 13 വയസ്സുകാരിയിലേക്ക്, കൊല്ലം അഞ്ചൽ സ്വദേശിയായ 13 വയസ്സുകാരിയിലേക്ക് തുന്നിച്ചേർക്കും എന്നാണ് കഴിയാൻ കഴിയുന്നത്. 3 മണിക്കൂർ നീളുന്ന ശസ്ത്രക്രിയയാണ് നടക്കുന്നത്. പുലർച്ചെ 4 മണിയോടുകൂടി തന്നെ ശസ്ത്രക്രിയ പൂർത്തിയാകുമെന്നാണ് ഡോക്ടേഴ്സ് അറിയിച്ചിരിക്കുന്നത്. ഏതായാലും എല്ലാവരും വളരെയധികം കാത്തിരിക്കുകയാണ് ഈ 13 വയസ്സുകാരിയിൽ ഈ ബിൽജിത്തിന്റെ ഹൃദയം തുടിക്കുന്ന ആ ഒരു നിമിഷത്തിനായി. 4 മണിയോടുകൂടി ശസ്ത്രക്രിയ പൂർത്തിയായ ശേഷം ഒരു 5 മണിയോടുകൂടി 13 വയസ്സുകാരിയെ ICUവിലേക്ക് മാറ്റും എന്നാണ് അറിയുവാനായി കഴിയുന്നത്. വളരെ വേഗതയിലൂടെ തന്നെ ഇവരിവിടെ എത്തിച്ചേർന്നു എന്ന് നമുക്ക് തന്നെ പറയാനായി കഴിയും. 1:20 ഏകദേശം 20 മിനിറ്റ് എടുത്ത് തന്നെ വാഹനം ഇവിടെ എത്തിച്ചേർന്നു. ലിസി ആശുപത്രിയിൽ 1:20 ഈ ഹൃദയം വഹിച്ചുകൊണ്ടുള്ള വാഹനം എത്തി. ഇപ്പോൾ ശസ്ത്രക്രിയ 13 വയസ്സുകാരിയിലേക്ക് ആ ഹൃദയം തുന്നിച്ചേർക്കുന്നതിനുള്ള നടപടികൾ തുടങ്ങിക്കഴിഞ്ഞു എന്നാണ് അറിയിക്കുന്നത്. ഇനി 3 മണിക്കൂർ പ്രതീക്ഷാ നിർഭരമായ ഒരു കാത്തിരിപ്പാണ്. നമ്മൾ ഇത്രയും കാത്തിരുന്നത് പോലെ തന്നെ ആ ബിൽജിത്തിന്റെ, നമ്മൾ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഹൃദയപൂർവ്വം ബിൽജിത്ത് എന്ന് പറയാം. ബിൽജിത്തിന്റെ ആ തുടിക്കുന്ന ഹൃദയം ഈ 13 വയസ്സുകാരിയിൽ തുടിക്കുന്നതിനായി നമ്മൾ കാത്തിരിക്കുകയാണ്. പുലർച്ചെ 4 മണിയോടുകൂടി അത്തരം ഒരു സന്തോഷ വാർത്ത ഉണ്ടാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. 5 മണിയോടുകൂടി ശസ്ത്രക്രിയ പൂർത്തിയായ പെൺകുട്ടിയെ ICUവിലേക്ക് മാറ്റും എന്നാണ് ഡോക്ടേഴ്സ് അറിയിച്ചിരിക്കുന്നത്. കൊല്ലം നേരത്തെ പ്രതീക്ഷിച്ചതിലും നേരത്തെ തന്നെ ഈ ഹൃദയം അവിടെ എത്തിക്കാൻ അധികൃതർക്ക് സാധിച്ചിരിക്കുന്നു. നേരത്തെ എന്താണോ നമ്മൾ പ്രതീക്ഷിച്ചത് അതിനേക്കാൾ വളരെ ചെറിയ സമയം കൊണ്ട് തന്നെ അവിടെ എത്തിക്ക് ഇപ്പോൾ ഹൃദയം എത്തിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുത. 45 മിനിറ്റ് പോലും എടുത്തില്ല. ഏതാണ്ട് 20 മിനിറ്റിന് സമയം കൊണ്ട് തന്നെ ഹൃദയം അങ്കമാലിയിൽ നിന്നും ഇവിടെ എറണാകുളം നോർത്തിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞിരിക്കുന്നു. അങ്ങനെയെങ്കിൽ വളരെ പെട്ടെന്ന് നേരത്തെ തന്നെ ശസ്ത്രക്രിയ തുടങ്ങാനും കഴിയും സ്വാഭാവികമായിട്ടും എന്നുള്ളതാണ്. ഈ ഘട്ടത്തിൽ ഓർക്കേണ്ടത് നേരത്തെ നമ്മൾ പറഞ്ഞു നിർത്തിയതാണ്. ബിൽജിത്തിന്റെ കുടുംബാംഗങ്ങളെ ഈ ഘട്ടത്തിൽ നന്ദിയോടെ സ്മരിക്കേണ്ടതുണ്ട്. കാരണം 7 മനുഷ്യർക്കാണ് പുതുജീവൻ നൽകാനുള്ള തീരുമാനം അവരിലുണ്ടായത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.